പോയിട്ട് സാധനം വാങ്ങുന്ന പോലെയല്ല നമ്മൾ ഈ സ്വിഗ്ഗിന്ന് സൊമാറ്റോയിൽ ഉപഭോക്താക്കൾ. അതിനെക്കുറിച്ചാണ് ശ്രുതി നമ്മളോട് സംസാരിക്കുന്നത്. ശ്രുതി, ഇപ്പോൾ ചാർജ് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെഞ്ചിടിപ്പ് നമ്മൾ ഉപഭോക്താക്കൾക്ക് കൂടിയാണ്. ഒന്ന് കൂട്ടുന്നതെന്ന് പറയും, ഈ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന പോലെയല്ല നമ്മൾ ഈ സ്വിഗ്ഗിന്ന് സൊമാറ്റോയിൽ ഒക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുക്കുകയും വേണം. ഇനിയും നമ്മൾ ഇന്ന് മുതൽ സാധനം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നാൽ വീണ്ടും ചാർജ് കൂട്ടിക്കൂട്ടി കൊടുക്കുകയാണല്ലേ? അതിന്റെ ഒരു ആശങ്കയുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങുകയും ചെയ്യും. ശ്രുതി പറഞ്ഞോളൂ. ഓക്കെ, ഇനീഷ്യലി ഫ്രീ ആയിരുന്നു, ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കോവിഡൊക്കെ ആയിരുന്നപ്പോൾ അതിന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ തൊട്ടടുത്താണെങ്കിലും പോകാൻ മടിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ മാതിരി ഇൻസ്റ്റമാർട്ടാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്. ഡെലിവറി ഫീ കൂടിയാൽ എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ പ്ലാറ്റ്ഫോം ഫീ കൂടിയാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡെലിവറി ഫീ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, കാര്യം ഡെലിവറി പാർട്ട്ണർക്കല്ലേ കിട്ടുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഓക്കെയാണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം ഫീ കൂട്ടുന്നത് ആർക്കും, നമുക്ക് കസ്റ്റമേഴ്സിനും ഗുണമില്ല, കൊണ്ടുവരുന്നവർക്കും ഗുണമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല, ഇതൊരു ഹാബിറ്റായി. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ അവർക്ക് എത്ര വേണം കൂട്ടിയാലും നമ്മളത് തന്നെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും ശ്രീ അമീർപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെയും കൂടി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന ഓഫേഴ്സ് എല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 100 രൂപയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഡെലിവറി ചാർജ് അൺലോക്ക് ആവും. അത് ഇൻസ്റ്റാമാർട്ടിനെയൊക്കെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഓഫേഴ്സ് വരുന്നു, നമ്മൾ അതിൽ തന്നെ വീഴുന്നു, ഇത്ര മിനിറ്റിനകം നമ്മുടെ മുന്നിലേക്ക് സാധനം എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ കൂടി വന്നാലും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? ഒരു സംശയമില്ല. ഇതിനകത്ത് ഞങ്ങൾ ഈ ഏകദേശം 6 വർഷത്തിന് മേളിലാവുന്നുള്ള തൊഴിലാളികൾ ഇതിനകത്തുണ്ട്. അവരുടെ यार इंडिया कितना आगे बढ़ रहा है नहीं, पर इन्वेस्ट कहाँ करूं? इंडेक्स म्यूचुअल फंड से शुरू कर, इंडिया बढ़ेगा, सेंसेक्स उठेगा और साथ में तेरा इन्वेस्टमेंट ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടുകയാണെങ്കിൽ ആ ബിസിനസ് അത്രമാത്രം പൊളിഞ്ഞതുകൊണ്ട് മാത്രം ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇനി വേറൊരു മേഖലയിലോട്ട് പോകുന്നില്ല, മേഖലയിൽ തന്നെയാണ് ഈ മേഖലയിൽ തന്നെയാണ് നമ്മൾ തുടരുന്നു എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ മേഖലയിൽ തുടരുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇൻസ്റ്റാമാർട്ടിൻ്റെ കാര്യം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാമാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം 500-600 തൊഴിലാളികൾ ഇൻസ്റ്റാമാർട്ടിൽ മാത്രം ഓരോ ഹബിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ തന്നെയും അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അവർക്കിപ്പോൾ പാർക്കിംഗ് സൗകര്യമോ ടോയ്ലറ്റോ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമോ അതുപോലെ വാട്ടർ സൗകര്യമോ ഇതൊന്നും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പട്ടം ഇൻസ്റ്റാമാർട്ടിൻ്റെ മുമ്പിൽ തന്നെ ഇടയ്ക്ക് നടന്നൊരു സമരം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഡെലിവറി തൊഴിലാളികളെ അവരുടെ യൂണിഫോമിൽ പോയി കഴിഞ്ഞാൽ ഡെലിവറി തൊഴിലാളികളെ അതിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒത്തിരി തവണ മാനേജ്മെൻറ്റിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അവർ യാതൊരു തരത്തിലുള്ള പ്രതികരണം കൊടുത്തില്ല. തൊഴിലാളികൾ സമരമായിട്ട് ഇറങ്ങിയ സമയത്താണ് ഇവരിതിനകത്ത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. ഏകദേശം 6ഓളം ദിവസം സമരം ചെയ്തതിന് ശേഷവും അതിനകത്തൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. 2 ആഴ്ചക്കകത്ത് പുതിയൊരു പാർക്കിംഗ് സൗകര്യം ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു നിബന്ധനയാണ് യൂണിയനുമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ആ 2 ആഴ്ച കഴിഞ്ഞത് 3ാമത്തെ ആഴ്ചയായി. അത് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിരുന്ന ഹബ് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാമെന്നും പറഞ്ഞു. ഈ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ ഉള്ളത് ഞങ്ങൾ തന്നെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. ഏകദേശം 4-5ഓളം 2000 മുതൽ 3000 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണ്ണമുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവരൊന്നും അത് അംഗീകരിച്ചിട്ടില്ല, അത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യം മെയിനായിട്ടുള്ള കാര്യം. ഒരു ടോയ്ലറ്റ്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പ്രായമായവരുണ്ട്. അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യമോ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമോ ഇങ്ങനെയുള്ള ഒരു ശരി. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുമ്പോഴും എങ്ങനെയായിരിക്കും ജനങ്ങളുടെ